ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീന്റെ ക്ലാസ് നമ്പർ 9 അൽ മുഅ്ജിസത്തിന. മുഅ്ജിസത്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഖുർആനെ പറ്റി വിശേഷം നൽകി മുഅ്ജിസത്തായ ഖുർആൻ. വഹിയ, ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മിൻ ഹൈസു ഹിയ, മുഅ്ജിസത്ത് എന്ന ഭാഗത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ മുഅ്ജിസത്ത് അൽ അംറുൽ ഖാരിഖു ലിൽ ആദതി അൽ മഖ്റൂനു ബിത്തഹദ്ദി, വെല്ലുവിളിയോട് അന്വരിച്ചുകൊണ്ട് അസാധാരണ ഉണ്ടാവുന്ന ഒരു സംഭവം. അപ്പൊ സാധാരണയുള്ളതിന് കീറി മുറിച്ചു കളയുന്ന ഒരു കാര്യം അസാധാരണ സംഭവം. അത് വെല്ലുവിളിയുമായി കൊണ്ട് ഉണ്ടാകുന്നതുമാണ്. അദ്ദാലു അലാ സിദ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാ മുർസലുകൾ പറയുന്നത് സത്യമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നതുമായ ഒരു കാര്യം. അതാണ് മുഅ്ജിസത്ത്. അപ്പൊ മുഅ്ജിസത്ത് ആവണമെങ്കിൽ വെല്ലുവിളിയാവണം. അംബിയാക്കൾ പറയുന്നത് സത്യമാണെന്ന് അറിയിക്കണം. അത് അംബിയാരുടെ പ്രകടമാവണം. അസാധാരണ സംഭവമാണ്, ആർക്കും കഴിയൂല. ഇങ്ങനെയൊക്കെ ഒത്തുവന്നെങ്കിൽ മുഅ്ജിസത്ത് ആവുകയുള്ളൂ. അല്ലാതെ ഒരു അമാനുഷികത കാണുമ്പോഴൊക്കെ മുഅ്ജിസത്തും കറാമത്തൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പൊ സുമ്മിയ മുഅ്ജിസത്തൻ, അംറുൽ ഖാരിഖായ ഈ കാര്യത്തിന് മുഅ്ജിസത്ത് എന്ന് പേര് വെച്ചു. എന്തുകൊണ്ട്? അജ്ദിൽ ബശരി അൽ ഇത്തിയാനി ബിമിസ്ലിഹി, അതുപോലത്തൊന്ന് കൊണ്ടുവരാൻ സാധാരണ കേവലം ഒരു മനുഷ്യന് കഴിയൂല. അതുകൊണ്ട് തന്നെ ഒരിക്കലും കഴിയൂല. അപ്പൊ വലിമ അറിയപ്പെട്ടു പോയി അന്നഹു ലാ ബുദ്ദ ഫീഹാ മിൻ അൻ തകൂന ഖാരിഖതൻ ലിൽ ആദതി വ അൻ തഖ്തരിന ബിതഹദ്ദി. മുഅ്ജിസത്തിൽ അത് സാധാരണ ഉള്ളതിനെ മുറിച്ചു കളയുന്നതും ഒരു അസാധാരണ സംഭവമാവലും വെല്ലുവിളിയുമായി അന്വരിച്ചു വരലും കൂടാതെ കഴിയുകയില്ല. വഹുവായി തഹദ്ദി എന്ന് പറഞ്ഞാൽ എന്താ? ത്വലബുൽ മുആറളതി വൽ മുഖാബലതി, എതിർപ്പിനെ തേടുക, നേരെ എതിര് തേടുക. ഇവിടെ കൊടുക്കുന്നൊരു കാര്യത്തിന് പറയുമ്പോ ഖുർആൻ അള്ളാഹു ഏകനാണ് എന്ന് പറയാണ് പ്രവാചകൻ. അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ അല്ല, ഒന്നിലധികം ദൈവങ്ങളുണ്ട്, ഇത് വെല്ലുവിളിയാ. അല്ല, അള്ളാഹ് ഏകനാണെന്നത് പറയുമ്പോൾ അത് സമർത്ഥിക്കുവാൻ വേണ്ടി പ്രവാചകനായി വന്ന ആൾ പ്രവാചകത്വമുള്ള ആളാണെന്ന് അറിയിക്കാൻ ഈ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുന്നു അമാനുഷിക കഴിവിലൂടെ. ആർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. വഖാൽ മുഹഖിഖൂന, തഹഖീഖിന്റെ പണ്ഡിതന്മാര് പറയുന്നു, ഹുവ ദഅവ റിസാലത്തി, ഈ ദഅവന്ന് തഹദ്ദി എന്ന് പറഞ്ഞാൽ റിസാലത്തിനെ വാദിക്കുകയാ. ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് വാദിക്കുക. വഅയ്യമനൽ മുതഹദ്ദി, വെല്ലുവിളിക്കുന്ന ആൾ നിർഭയത്വമുള്ള ആളാവണം. അത് ഷർത്താണ്. മിൻ അൻ യുആറള ബിമിസ്ലി മാ അതാ ബിഹി, അയാൾ കൊണ്ടുവരുന്ന ഒന്നുപോലത്തതുകൊണ്ട് എതിർക്കപ്പെടുമ്പോ ആ എതിർക്കപ്പെടുന്നതിനെ തൊട്ട് വെല്ലുവിളിച്ച ആൾ എന്ത് വേണം? വിശ്വസ്തനായിരിക്കണം. അമാനുഷികമായിട്ട് ഇയാൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അയാളുടെ വാദത്തിനോട് യോജിച്ചു വരികയും വേണം. ആണോ? അപ്പൊ അസാധാരണ സംഭവമായാൽ പോരാ. അസാധാരണ സംഭവം മാത്രമാണ് മുഅ്ജിസത്ത് കറാമത്തെന്ന് വിശദീകരിച്ചാൽ ഇവിടെ മാരണമുണ്ട്, കൺകെട്ട് വിദ്യകളുണ്ട്, മായാജാലങ്ങളുണ്ട്. അതൊക്കെ അതായിട്ട് വരും. അത് വരില്ല. മുഅ്ജിസത്ത് ആവണമെങ്കിൽ അസാധാരണ സംഭവമായിരിക്കുന്നതോടൊപ്പം വെല്ലുവിളിയോട് അന്വരിച്ച് വെല്ലുവിളിക്കുന്ന ആള് അതുപോലത്തത് കൊണ്ടുവരലിനെ തൊട്ട് എതിർക്കുമ്പോൾ ആ എതിർപ്പിനെ തൊട്ട് വിശ്വസ്തനായിരിക്കുകയും കൊണ്ടുവന്നത് വാദത്തോട് യോജിച്ചതുമായിരിക്കണം. അപ്പോ ഫഖറജൽ ഖാരിഖു മിൻ ഗൈരി തഹദ്ദിൻ, വെല്ലുവിളി ഇല്ലാതെ ഒരു അസാധാരണ സംഭവം ഉണ്ടായാൽ, അപ്പൊ ഔലിയാക്കള് സ്വാലിഹീങ്ങളൊക്കെ അവരിന്ന് വെല്ലുവിളിയൊന്നുമില്ല, അവരിന്ന് അസാധാരണ സംഭവമുണ്ട്. അന്തരീക്ഷത്തിന് പറക്കുക, കടലില് മുസല്ല വിരിച്ച് വരിക, മുതടി കൊണ്ട് എറിയുക, ഇങ്ങനെ പല അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. പഴുസമ്പ കറാമത്ത്, അതിന്റെ പേരാണ് കറാമത്ത് എന്ന് പറയുക. അപ്പൊ ഇവിടെ വേറെ സംശയം വരും.
വൽ ഖാരിഖുൽ മുതഖദ്ദിം വല തഹദ്ദി, വെല്ലുവിളി ഒന്നും ഇവിടെ അല്ല. വെല്ലുവിളിയേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന, വെല്ലുവിളി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മുന്നോടികളായിട്ട് വരുന്ന ഒരു അസാധാരണ സംഭവമുണ്ട്. അതേതുപോലെയൊക്കെ യുനാനിൽ വമാമി, മേഘം തണലിടുക. ഇവിടെ വെല്ലുവിളിയൊന്നുമില്ല, ഇതൊരു അസാധാരണ സംഭവമാണ്. താനും ഫൈനകുലം യഖലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊന്നും സംഭവിച്ചിട്ടില്ല നബിക്ക്. ഇല്ലാ ഖബല നുബുവത്തി, അത് നുബുവത്തിന്റെ മുമ്പല്ല സംഭവിച്ചിട്ടില്ല, അതൊക്കെ നുബുവത്തുണ്ടാകുമ്പോൾ സംഭവിച്ചതാണ്. ഖിലാഫൻ ലിമൻ വഹിമബി, അതിൽ വഹുമാക്കി ചില ആൾക്കാരുണ്ട്, ഓൽക്കെതിരായിട്ട് ഈ പറഞ്ഞു. ഒരു നുബുവത്തിന് ശേഷം എന്ന് പറയുന്നുണ്ടാവും, അത് നോക്കണ്ട. അപ്പൊ നുബുവത്തിന്റെ മുമ്പായിക്കൊണ്ട് നബി പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ നബിക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസാധാരണ വെല്ലുവിളി ഒന്നുമില്ല. വയുസമ്മ ഇർഹാസൻ, അതിന്റെ പേര് ഇർഹാസാണ്. പ്രവാചകത്വം ലഭിച്ചിട്ട് കിട്ടുമ്പോൾ മോചിതത്ത്, പ്രവാചകത്വത്തിന്റെ മുമ്പാട്ട് വരുന്ന അമാനുഷിക കഴിവിന് എന്ന് പറയാം ഇർഹാസ്. വെല്ലുവിളി ഇല്ലാതുണ്ടാവുന്ന അസാധാരണ സംഭവത്തിന് കറാമത്ത്. ഇങ്ങനെ 3 നിലക്കാണ്. ഇർഹാസൻ എന്ന് പറഞ്ഞാൽ ഐ തഹ്സീസല്ലി നുബുവത്തി, നുബുവത്തിനുള്ള ഒരു അടിത്തറയായിട്ട് അതിന്റെ മുന്നോടിയായിട്ട് വരുന്ന ഒരു സംഭവം. പ്രവാചകനായിട്ട് ആകാൻ പോവുകയാണ്, അതിനൊരു മുന്നോടിയായിട്ട് അടിത്തറ പോകുന്ന രീതിക്കാണ് ഇർഹാസ് എന്ന് പറയുന്നത്. വൽ മുതഅഖിർ അൻഹു, ഇനി മുതഅഖിർ അൻഹുവായ കാര്യം, അതായത് നബി തങ്ങൾ മരിച്ചതിന്റെ ശേഷമുണ്ടാവുന്ന ലഹു മാ റുഇയ ബഅദ വഫാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ മരിച്ച ശേഷം കാണപ്പെടുന്ന ഒന്നുപോലെ. അതെന്തിനാലാണ്? മിൻ നുത്ഖി ബഅദിൽ മൗത, മരിച്ച ചില ആളുകളൊക്കെ എന്താ സംസാരിക്കുക. ബിശ്ശഹാദത്തൈനി, 2 ഷഹാദത്ത് കൊണ്ട് മരിച്ച ആൾക്കാർ സംസാരിക്കുക. വശിബിഹി മിമ്മ തവാത്തറത് ബിൽ അഖ്ബാർ, ധാരാളം ഹദീസുകൾ മുതവാത്തിറായിട്ട് അതുപോലത്തെ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നബിന്റെ വഫാത്തിന്റെ ശേഷം കാണപ്പെടുന്ന പല അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ പേരും വയുസമ്മ കറാമത്തൻ, അത് കറാമത്ത് എന്ന് പറയാം. അപ്പൊ കറാമത്ത്, ഇർഹാസ്, മുഅ്ജിസത്ത്, ഇതൊക്കെ പ്രവാചകർ, സ്വാലിഹീങ്ങൾ, ഇവരിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ടാകും? വെല്ലുവിളി നടക്കും. പക്ഷെ വെല്ലുവിളി നടക്കുമ്പോൾ തന്നെ ആ എതിർപ്പിനെ വിശ്വസിക്കാൻ കഴിയില്ല. ആ നിലക്കുള്ള അസാധാരണ സംഭവം ഉണ്ടാവും. ഉദാഹരണം, കൽ ഖാരിഖുൽ ലദി ലാ തുഅ്മനു മുറാദത്തുഹു, പിന്നെ ഒരു ഖാരിഖ്, ഒരു അസാധാരണ സംഭവം. അല്ലെങ്കിൽ എങ്ങനത്തെ അസാധാരണ സംഭവം? ലാ തുഅ്മനു മുആറദത്തുഹു, ആ ഒരു അസാധാരണ സംഭവം ഉണ്ടായിട്ട് അതിനോട് നേരിടുമ്പോൾ, എതിർക്കുമ്പോൾ ആ എതിർപ്പിനെ വിശ്വസിക്കാൻ പാടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനെ തകർക്കാൻ കഴിയും. ഒരു അസാധാരണ സംഭവം ഉണ്ടായി അതിന് നേരെ എതിര് വരുമ്പോൾ അതിന് തകർക്കാൻ കഴിയും. അപ്പൊ ഇവിടെ മുആറദത്തിന് വിശ്വാസയോഗ്യമല്ലല്ലോ. അങ്ങനത്തെ ചില അത്ഭുത കഥകളുണ്ട്. വയുസമ്മ സിഹ്റൻ, അതിന്റെ പേര് സിഹ്ർ എന്ന് പറയാം. സിഹ്ർ അങ്ങനെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജ്യോത്സ്യന്മാർ കൊണ്ടുവന്നും കണ്ട് മരണക്കാര് കുറെ വടി പാമ്പാക്കി നടത്തിയില്ലേ, അതിനെ എതിർത്ത് ആര്? ഫിറഔന കക്ഷിക്കാർ കൊണ്ടുവന്ന് പാമ്പാക്കിയപ്പോ കയറും പടി കെട്ടപ്പോ നേരെ എതിരിൽ അതേ നാളെ തന്നെ എതിർത്തു ആര്? മൂസാ നബി അലൈഹി ഇസ്ലാം. അപ്പൊ എന്തായി? ഓരോ സിഹറായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഊർജത്ത. അപ്പൊ സിഹറുകാരോട് എതിർക്കുമ്പോ ആ എതിർപ്പിനെ വിശ്വസിക്കപ്പെടാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അത് ഉറച്ചു നിൽക്കൂല. അപ്പൊ അതിനെ തകർക്കാൻ കഴിയുന്നർത്ഥം. അങ്ങനെ വരുന്ന അസാധാരണ സംഭവത്തിന്റെ പേരും കറാമത്തല്ല, സിഹർ എന്ന് പറയാം. അപ്പൊ സിഹർ, ഇർഹാസ്, മുഅ്ജിസത്ത്, കറാമത്ത്, ഇതൊക്കെ അത്ഭുതങ്ങളാണെങ്കിൽ ഓരോ വ്യത്യാസം കൊണ്ടെന്ന് മാത്രം. ഇതിൽ സിഹർ തെറ്റാണ്. ഒരു കൂട്ടം പണ്ഡിതന്മാര് അനുവദിച്ചിട്ടുണ്ട് ഖൽബൽ അഗ്യാനി, തടികളെ മറ്റൊരു തടിയാക്കി മറിക്കാം. ബിഹി, അതുപോലെ തന്നെ എന്താക്കുക? ഈ സിഹർ കൊണ്ട് മറ്റൊരു തടിയാക്കി മാറ്റാം, പ്രകൃതി തന്നെ മാറ്റിയെടുക്കാം എന്നൊക്കെ അനുവദിച്ചു തന്നവരുണ്ട്. അത് ജായിസാന്ന് പറഞ്ഞവരുണ്ട്. ഉദാഹരണക്ക് സൈറൂറത്തിൽ ഇൻസാനി ഹിമാറൻ, മനുഷ്യനെ കൈതയാക്കി രൂപാന്തരപ്പെടുത്തുക, അത് സിഹർ കൊണ്ട് കഴിയും. അങ്ങനെ പറയുന്നത് ഒരു കൂട്ടര്. വമനഹു ആഖറൂന, വേറൊരു കൂട്ടര് തടഞ്ഞാൽ ഉണ്ടാവൂല. ഖാലു, എന്നിട്ടൊരു പറയുകയാണ്, വഇല്ല ലം യകുൻ ഫർഖുൻ ബൈനൻ നബി വസ്സാഹിർ, മൻ ഇല്ലാന്ന് വെക്കുക.
മനസ്സില്ലാന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നബിയുടെയും അതുപോലെ മാരണം ചെയ്യുന്നതിനിടയിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവൻ മുഅ്ജിസത്തോണ്ട് കഴിയണ മാതിരി സീറോണ്ട് കഴിയണമെന്ന് പറയണം. വയറുദ്ദു ബിവുളൂഹിൽ ഫർഖി ബൈനഹുമാ വയുറദ്ദുലെ വയുറദ്ദു റദ്ദ് ചെയ്യപ്പെടും ഈ പറഞ്ഞ മൻഇനെ. എങ്ങനെ? ബിവുളൂഹിൽ ഫർഖി ബൈനഹുമാ. സാഹിർ നബി ഇവ രണ്ടുപേർക്കും വ്യത്യാസമുണ്ട് എന്നുള്ള വ്യക്തമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മൻഇ പറഞ്ഞതിനെ റദ്ദ് ചെയ്യപ്പെടാൻ കഴിയും. കാരണം ഫഇന്ന ഖൽബ ഇൻദ തഹദ്ദി, വെല്ലുവിളി നടത്തുന്ന സമയത്ത് ആ ഒരു തടിയെ മറിക്കുക, ലാ യുംകിനു മുആറളത്തു, ഇനി അതിനോട് എതിർക്കാൻ ആളെ കൊണ്ട് കഴിയൂല. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഫിർഔന്റെ ചരിത്രം. ഫിർഔൻ വടിയും കയറും കൊണ്ടുവരാൻ പറഞ്ഞു, വടിയാക്കിയിട്ടു, വടി പാമ്പാക്കി. അത് സിഹറാണ്. അതിനെ നേരെ എതിർത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ വടിയിട്ട് കൊടുത്തു. അപ്പൊ എന്തായി? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വെല്ലുവിളിയാ. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം വടിയിട്ടത്. അത് പാമ്പായി. ഇതിനെ എതിർക്കാൻ ആരെക്കൊണ്ട് ഇനി കഴിയൂല. അപ്പൊ മറിച്ചിനെ വടിയെ പാമ്പിന്റെ രൂപത്തിലേക്ക് മാറ്റി. ഇനി അതിനെന്തെങ്കിലും എതിർക്കാൻ കഴിയൂല. അതാണ് മുഅ്ജിസത്ത്. ഇത്രാദിൽ ആദത്തുൽ ഇലാഹിയ്യത്തി, ഇലാഹിയായിരിക്കുന്ന പതിവുകൾ അങ്ങനെ തുറന്നതിന് വേണ്ടി. എന്തുകൊണ്ട്? ബി അന്ന മുദ്ദഇയൻ നുബുവത്തി കാദിബൻ, നുബുവത്തിനെ വാദിക്കുന്ന ആള് കാദിബൻ, കള്ളം പറയുന്നവനായ നിലയിൽ നുബുവത്തിനെ വാദിക്കുന്നവനാണെങ്കിൽ ആ വാദിക്കുന്ന ആൾ ലാ യദ്ഹറു അലാ യദൈഹി ഖാരിഖുൻ കദാലിക മുത്ലഖൻ, കള്ളപ്രവാചകനായി വാദിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലൂടെ അങ്ങനെയുള്ളതായ ഒരു നിരുപാധികം ഒരു അസാധാരണ സംഭവം വെളിപ്പെടുകയില്ല. അത് ഇലാഹിയായ തീരുമാനമാണ്. ഇലാഹിന്റെ ആദത്ത് അങ്ങനെയുള്ളത്. അതാണ് വഇന്ദ അദിമിഹി. ഇനി വെല്ലുവിളി ഇല്ലാത്ത സമയത്ത് ഒരു തടിയെ മാറ്റി മറിച്ചു നോക്കുക, സിഹർ ചെയ്തിട്ട്. എന്നാ യുംകിനു മുആറളത്തു, ആ സിഹർ ചെയ്തിട്ട് ഒരു തടിയെ മറ്റൊരു തടിയാക്കി മാറ്റി അതിനെ എതിർക്കാൻ കഴിയും. അതെങ്ങനെ? ബിതഅല്ലുമി ദാലിക സിഹർ, ആ സിഹർ എന്താണെന്ന് പഠിച്ചാൽ മതി. ആ സിഹർ പഠിച്ചിട്ട് നേരെ ഉണ്ടാക്കുക, നേരെ എതിർക്കുക. അപ്പൊ അത് കഴിയും. മുഅ്ജിസത്തിനാവ് കഴിയൂല. ഫളഹറ അന്ന ഖൈദ തഹദ്ദി ലാ ബുദ്ദ മിൻഹു. അപ്പൊ ഇവിടെ തഹദ്ദി, വെല്ലുവിളി എന്ന് പറയുന്ന നിബന്ധന അതിനെ തൊട്ട് കൂടാതെ കഴിയില്ല, വേണം. ലാകിന്നഹു ലാ യുസ്തറത്തു ഇൻദ കുല്ലി മുഅ്ജിസത്തിൻ, എല്ലാ മുഅ്ജിസത്തിന്റെ സമയത്തും ഈ വെല്ലുവിളി വേണമെന്ന നിബന്ധന ഇല്ല. വെല്ലുവിളി ഉണ്ടാവണം, എല്ലാത്തിനും വേണമെന്നൊന്നുമില്ല. കാരണം ലഅന്ന അക്സറ മുഅ്ജിസാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വദറ മിൻ ഗൈരി തഹദ്ദി, ഒരു വെല്ലുവിളിയും ഇല്ലാതെ നബി തങ്ങളിൽ നിന്ന് അനേകം മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വെല്ലുവിളിക്കുമ്പോൾ ഉണ്ടാവുന്ന മുഅ്ജിസത്തും മുഅ്ജിസത്ത് തന്നെ, അതിനെ നിൽക്കാൻ കഴിയില്ല. വെല്ലുവിളി ഇല്ലാതെയും മുഅ്ജിസത്ത് ഉണ്ടാവാം പ്രവാചകനിലൂടെ. ബൽ എങ്കിലും ഖീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നഹു ലം യതഹദ്ദ ബിഗൈരിൽ ഖുർആനി വതമന്നിൽ മൗതി, മരണത്തെ കൊതിക്കുക ഖുർആൻ ഇതല്ലാത്തത് കൊണ്ട് നബി തങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ലെങ്കിൽ എന്നായി. ഇതല്ലാത്തോണ്ട് വെല്ലുവിളിക്കണം, ഇതുകൊണ്ട് വെല്ലുവിളിച്ചാൽ അങ്ങനെയല്ല. വഇന്നമ ശർതു, നിബന്ധന എന്തായിരിക്കണം? വുഖൂഉഹ മിമ്മൻ സബഖ മിൻഹു ദഅവ തഹദ്ദി, വെല്ലുവിളി എന്നൊരു വാദം ആരിന് മുമ്പുണ്ടായോ അയാളിൽ നിന്ന് ഈ പറയുന്ന മുഅ്ജിസത്തുകൾ സംഭവിക്കണം. തഅമ്മൽ ദാലിക, ആ വിഷയം ശരിക്കും നീ ആലോചിച്ച് നോക്ക. നബി വന്നിട്ട് പറയാൻ ഞാൻ പ്രവാചകനാണെന്ന് വെല്ലുവിളിച്ച് പറയുന്നു. ആ പ്രവാചകനാണെന്ന് പറയുമ്പോൾ ആ വെല്ലുവിളി വാദത്തിന് എന്താക്കി? പ്രവാചകൻ എന്നുള്ള തെളിവാക്കി മുഅ്ജിസത്ത് സംഭവിക്കണം. ഇത്തരം കാര്യം ഷർത്താക്കൽ ബാത്തിലാണെന്നും അത് പൊള്ളയാണെന്നൊക്കെയാണ് നഖാസ് എന്നവർ തന്റെ തഫ്സീർ നീട്ടിപ്പരത്തി പറഞ്ഞത്. അതിനെ ഇല്ലാതെയാക്കണമെങ്കിൽ, തടുക്കണമെങ്കിൽ ഈ കാര്യം ശരിക്കും ആലോചിച്ച് നോക്കാം എന്ന വിഷയം.
ഇനി ഇവിടെ വേറൊന്നുണ്ട്. വൽ ഖാരിഖുൽ മുകദ്ദിബി, കള്ളനായിരിക്കുന്ന ഒരാള്, അയാളെയും അത്ഭുത കഥയുണ്ട്. എന്തിനിൽ മുതഹദ്ദാ ബിഹി, ഏതൊന്നുകൊണ്ടാണോ വെല്ലുവിളിക്കപ്പെടുന്നത് ആ വെല്ലുവിളിക്കപ്പെടുന്ന കാര്യത്തെ കളവാക്കുന്ന ഒരാളാണ്. അയാളെ ഭാഗത്തുനിന്ന് ഒരു അമാനുഷികത ഉള്ളതോ അത് കമാ വക്കാലി മുസൈലിമത്തിൽ ലഅനി, കുരുത്തം കെട്ട മുസൈലിമത്ത് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അവനും വാദിച്ചല്ലോ പ്രവാചകത്വം, കള്ളനാണ്. അവന് കയ്യിലുണ്ടായതുപോലെ എന്താ, അന്നഹു സഫലാഫി ബീരിൻ, ഒരു കിണറ്റിലേക്ക് ഈ ചങ്ങായി തുപ്പി. എന്തിന്? ലിയകുസിറ മാവ, കിണറ്റിലെ വെള്ളം അധികം മാവാണ്ട് തുപ്പി കൊടുത്തതാ. ഓൻ പ്രവാചകനാന്നും ബാധിച്ച് വെല്ലുവിളിച്ച് നടക്കുക, കള്ളനാണ് താനും. അതിനൊരു അമാനുഷിക ശക്തി കാട്ടിക്കൊടുത്തതാ. ഇപ്പൊ കാറ അത് വെള്ളം പറ്റിപ്പോയി ചെയ്തു. ഓന്റെ കറാമത്ത് അങ്ങനെയാണ്. അപ്പൊ മുഖദ്ദിബായ ഒരാളെ കറാമത്ത് ഇങ്ങനെയായിരിക്കും. അപ്പൊ അത് കള്ളവാദിയായതുകൊണ്ട് ഓന്റെ കാര്യത്ത് ശരിയല്ല, അത് യഥാർത്ഥത്തിൽ മുഅ്ജിസത്തല്ല. പിന്നെ വലാ യരിദു മാ സയഖവലാ യരി ദജ്ജാലി വൽ ഖവാരിഖൽ അജീബത്തി, പുതുമയാർന്ന ഒരുപാട് മഹാത്ഭുതങ്ങൾ ദജ്ജാലിലൂടെ വരാനുണ്ട്, ഓന്റെ കയ്യിലൂടെ സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന കാര്യം ഈ പറയുന്ന ഖാരിഖാവുമ്പോ അങ്ങനെ വരുന്ന സംശയം വരൂല. എന്താ കാരണം? ഈ അന്നഹു മുദ്ദഇ റുബൂവിയ്യത്തി റിസാലത്തി, ഓർ റബ്ബാണെന്നാ വാദിക്കുന്നത്, റിസാലത്ത് വാദമല്ല. മുസൈലിമത്ത് വാദിച്ച് റിസാലത്താണ്, പ്രവാചകന്മാർ വാദിക്കുന്ന റിസാലത്താണ്. അതാണ് മാറ്റം. അപ്പൊ റിസാലത്ത് എന്ന വാദത്തിനെ കള്ളപ്രവാചകനായി വാദിച്ചവരാണ് മുസൈലിമത്ത്. അപ്പൊ ഒനീന്നുണ്ടായത് ഖാരിഖ് എന്തായി? കള്ളം. ഓൻ വെല്ലുവിളിക്കുന്നത് അതവൽ ഖാരിഖുൽ മുകദ്ദിബു ലിൽ മുതഹദ്ദി, ഏതൊന്നുകൊണ്ടാണോ വെല്ലുവിളിക്കുന്നെങ്കിൽ ആ മുതഹദ്ദിബിയെ കളവാക്കുന്ന രീതിയിലുള്ള ഖാരിഖായ സംഭവമുണ്ട്. അതാണ് മുതഹദ്ദി. അങ്ങനെ ഇത് റബ്ബായി വാദിക്കുന്നവന് ആ കറാമത്ത് കാണിച്ചിട്ട് കാര്യമല്ല. അപ്പൊ ദജ്ജാലിന്റെ വാദം കളവാണെന്ന് ബുദ്ധി മാത്രം തീരുമാനിച്ചാൽ മതി. ദജ്ജാലിന്റെ കയ്യിലൂടെ ആ ഒരു അമാനുഷികത ശക്തികൾ വെളിപ്പെടുക, അതിന് ഒരു ഫലവും ചെയ്യൂല. റിസാലത്തിനെ വാദിക്കുന്ന ആൾക്ക് നേരെ എതിരാ. കാരണം റിസാലത്ത് വാദിക്കുന്ന ആൾ കള്ളനാണ് എന്നതുകൊണ്ട് ബുദ്ധി ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയൂല. ഫലം യുംകിൻ ളുഹൂർ ഖാരിഖിൻ അലാ യദിഹി. അങ്ങനെ വരുമ്പോ അവന്റെ കള്ളവാദം ബാധിക്കുന്ന ആള്, അയാളെ കയ്യിലൂടെ ഒരു അമാനുഷിക ശക്തി വെളിപ്പെടുക എന്നത് കഴിയുമില്ല. അപ്പൊ പ്രവാചകൻ യഥാർത്ഥത്തിലായിരിക്കുമ്പോഴേ അതൊക്കെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഈ പറഞ്ഞ എല്ലാ നിബന്ധനകളും വിശുദ്ധ ഖുർആനിൽ എത്തിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ നിബന്ധനയും ഒത്ത് ഖുർആനിൽ വന്നപ്പോ കാന മുഅ്ജിസത്തൻ, അപ്പൊ ഖുർആൻ തന്നെ മുഅ്ജിസത്തായി മാറി. ബൽ എന്നല്ല, ഹുവ അസ്ഗറു വഅജബു, അത് ഏറ്റവും പ്രകടമായതും അത്ഭുതമായതാണ് ഖുർആൻ. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താമിൻ നിഹിയായിൽ മൗത വ ഇബ്റായിൽ അക്മഹി വൽ അബ്റസി, മരിച്ചവരെ ജീവിപ്പിക്കുക, മിണ്ടാൻ കഴിയാത്തവരെ സംസാരിപ്പിക്കുക, വെള്ളപ്പാണ്ട് മാറ്റുക, ഇതിനേക്കാളും പ്രകടമായി അത്ഭുതമായി നിൽക്കുന്നതാണ് ഖുർആൻ. എന്താണ്? അന്നഹു, നിശ്ചയമായിട്ടും നബി തങ്ങൾ ദഅഹും ഖുറൈശികളെ വെല്ലുവിളിച്ചു, ഇലാ മുആറളതിഹി, ഖുർആനോട് എതിരിലേക്ക്, ഖുർആനെ എതിർക്കുന്നതിലേക്ക് വിളിച്ചു. ബിൽഇത്തിയാനി ബിമിസ്ലി അക്സറ സൂറത്തിൻ മിൻഹു, ഖുർആനിന് ചെറിയൊരു സൂറത്തുണ്ട്, ഇന്നാ ഉതൈനാക, അതിനോട് സമാനമായൊരു സൂറത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനെ എതിർക്കുവാൻ വേണ്ടി അവരെ വിളിച്ചത്. അങ്ങനെ വന്നപ്പോ ഫറൂ ഇലാ സഫകി ദിമായിഹിം, അവർക്കുള്ള രക്തങ്ങൾ ചൊരിക്കുന്നതിലേക്ക് അവർ ഓടി. വസബാ ഹരീമിഹിം, അവരുടെ കുടുംബങ്ങളെ തടവറയിലേക്ക് വെക്കുന്നതിലേക്ക് അവർ ഓടി. വജലായിഹിം വസനിഹിം, അവരുടെ താമസ സ്ഥലങ്ങളെ തൊട്ട് അവർ വെളിപ്പെടുക എന്നതിനെ തൊട്ട് തടഞ്ഞു.
ഒരു കുട്ടി അതിന് വന്നില്ല. ഇതാ പോലും ഉണ്ടായത് അവിടെ. വലം യദ്ദഇഅഹദും മിൻഹുൽ ഖുദ്റത അലാ ദാലിക. അങ്ങനെ ഖുർആനോട് എതിരിടാൻ അവർക്ക് ശക്തിയുണ്ടെന്ന് ഒരാൾ അവിടുന്ന് വാദിച്ചിട്ടുമില്ല. എന്തോടുകൂടെ മഅ കൗനിഹിം അഹ്ലൽ ബലാഗതി വ അർബാബൽ ഫസാഹതി വ റുഅസാഅൽ ബയാനി. സംസാര വൈഭവം, സാഹിത്യ അലങ്കാരം, ആലങ്കാരിക ശാസ്ത്രം, വ്യാകരണ രീതി എല്ലാത്തിനും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അവരാ. എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന്റെ ഉച്ചകോടി മുൻപന്തി നിൽക്കുന്ന ആൾക്കാരാണ് അവർ. അവരിലേക്കാണ് ഖുർആൻ പറഞ്ഞത്. അവർക്ക് വെല്ലുവിളിച്ചൂടെ? വെല്ലുവിളിച്ചല്ല, കൊണ്ടുവരാൻ കഴിയൂല. വൽ മുതഖദ്ദിമീന ബിൽ ലസനി, ഭാഷാപരമായി മുന്നിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഫഹാദ, അപ്പൊ ഇത് വരുമ്പോ അഅജബു, വല്ലാത്തൊരു പുതുമയല്ലേ. മിൻ അജ്സി മൻ ഷാഹദൽ മസീഹ യുഹീൽ മൗത വയുബ്രിഉൽ അക്മ വൽ അബ്റസ. ഈസാ നബി മരിച്ചവരെ ജയിപ്പിക്കുന്നു, മിണ്ടാൻ കഴിയാത്തവരെ മിണ്ടിക്കുന്നു, സംസാരശൈലി തിരിച്ചു കൊടുക്കുന്നു, വെള്ളപ്പാണ്ട് മാറ്റുന്നു. ഇത് നേർക്കുനേരെ കാണുന്നു. ഈ കാണുന്ന ആളുകൾക്ക് അതുപോലെ കൊണ്ടുവരാൻ അശക്തനാണ്. അതിനേക്കാൾ അത്ഭുതമല്ലേ ഖുർആന്റെ കാര്യം? എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അന്നഹും, നിശ്ചയമായിട്ടും അവർ ലം യത്മഉ ഫീഹി, ഓലതിൽ ഒരിക്കലും കൊതിച്ചിട്ടേയില്ല. വലം തുആതൂന അഹ്വാ, അതുപോലത്തത് അവർ പെരുമാറിയിട്ടുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഖുറൈശികളോ, അതായത് മരിച്ചവരെ ജയിപ്പിക്കാനും വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, അതുപോലെ മിണ്ടാങ്ങനെ സിഫാക്കതിലെ പരിപാടി ഇവർക്ക് കൊതിക്കാനും അവകാശമല്ല. അത്തരം കാര്യം അവർ ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല. ഖുറൈശികൾ അങ്ങനെയല്ല. കാനൂയ തഅതൂനൽ ഫസാഹത്തുൽ ബലാ, സംസാരത്തിൽ സാഹിത്യാലങ്കാരത്തിലും സംസാര വൈഭവത്തിലൊക്കെ പെരുമാറി വരുന്ന ആൾക്കാരാണ്. എന്നിരിക്കെ അജ്സുഹും ആ ദാലിക അനിൽ മുആറളതി വഫിറാരിഹിം ഇലാ മാ ദുകിറ. ഇതൊക്കെ ഉണ്ടായിട്ടും വിശുദ്ധ ഖുർആനോട് നേരിടാൻ കഴിയാതിരിക്കുക എന്നുള്ളത്, പറയപ്പെട്ട വിഷയത്തിലേക്ക് അവർ ഓടിപ്പോവുക എന്നുള്ളതും ദലീലുൻ ഖാത്തിഉൻ അലാ നുബുവത്തിൽ മുതഹദ്ദി. മുതഹദ്ദിയായിരിക്കുന്ന ആള് നുബുവത്തുള്ള ആളാണ് എന്നതിന്റെ മേലിൽ ഉറപ്പുള്ള ദലീലല്ലേ ഇപ്പൊ അത്? അപ്പൊ നബി നുബുവത്തുള്ള ആളാണ്, വ്യക്തമായില്ലേ? അക്കാരണത്തിന് വേണ്ടി നാദ അലൈഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ബി അജ്സിൻ ഖബ്റൽ മുആറളതി, അശക്തനാണ് എന്നതുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഖബ്റൽ മുആറളതി, അവിടെ വിശുദ്ധ ഖുർആനോട് എതിർക്കുന്നതിന് മുമ്പ് തന്നെ ബി ഖൗലിഹി അനില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയെ തൊട്ട് നബി തങ്ങൾ സംസാരിച്ചുകൊണ്ട് ഖുർആനോട് നേരിടുന്നതിന്റെ മുമ്പ് തന്നെ അവർക്ക് കഴിയില്ലാതെ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു. വലം തഫ്അലു, നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കൂല എന്ന് പറഞ്ഞു. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, നബിയെ പറയുക, ജിന്നും ഇൻസും ഒരുമിച്ച് കൂടിയാൽ. ആയത്ത് അങ്ങനെ അയച്ചു നോക്കി. അതാണ് ഖുർആന്റെ പവിത്രത. ഫലൂല ഇൽമുഹു, നബിയുടെ അറിവില്ലായിരുന്നുവെങ്കിൽ, ബി അന്നഹു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി, നബിന്റെ റബ്ബിൽ നിന്ന് വ്യക്തമായ തെളിവിന്റെ മേലാണ് എന്നതുകൊണ്ട് നബിക്ക് അറിവില്ലായിരുന്നുവെങ്കിൽ, വഅന്നഹു ലാ യഖഉ ഫീമാ അഖ്ബറ ബിഹി, നബി തങ്ങൾ വർത്തമാനം പറയുന്ന കാര്യത്തിൽ സംഭവിക്കുകയുമില്ല, ഖുൽഫുൻ, ഒരു അഭിപ്രായവും എന്താണ് സംഭവിക്കുകയുമില്ല എന്ന് അറിവില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇല്ല, അങ്ങനെ അറിഞ്ഞിരുന്നു, അഭിപ്രായം വരുമെന്ന് വന്നാൽ ലം യഅ്ദല്ലഹു അഖ്ലുഹു അല്ലദീ ഹുവ അക്മൽ ഉഖൂലി ബിൽ ഖാത്തിഇ ബി ഷൈഇൻ അന്നഹു ലാ യകൂനു ഹുവ യകൂനു. നബി ബുദ്ധിപരമായിട്ട് അതിന് അനുമതി കൊടുക്കൂല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ നബി. അത് ഉറപ്പാണ്, ഒരു വസ്തുവിൽ അതുണ്ടാകൂല എന്നൊരു ഉറപ്പ് കൊടുത്തിട്ട് പിന്നെ യകൂന അത് ഉണ്ടാകും എന്ന് ഉണ്ടാകുമോ? ഉണ്ടാവൂല എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുക, എന്നിട്ട് പിന്നെ അത് ഉണ്ടാവും ചെയ്യുക. അങ്ങനെ പരിപാടി നടക്കുമോ? ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താ? നിബിതങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ അറിഞ്ഞു, അതുകൊണ്ട് ധൈര്യമായിട്ട് നിബിതങ്ങൾ പറഞ്ഞതല്ലേ. അതില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്തെല്ലാം സംഭവിക്കും? അതുണ്ടാവും എന്ന് ഉറപ്പാ, അവരെ കൊണ്ട് കഴിയില്ല എന്ന് ഉറപ്പാ. ആ നിലക്കാണ് നിബിതങ്ങൾ ആ വിവരം അറിയിച്ചത്.
ഇനി സുമ്മ വുജൂ ഇജാസിൽ ഖുർആനില തൻഹസുറു എന്ന് പറയാനുള്ളത്. ഖുർആന്റെ അമാനുഷികത എന്തൊക്കെ എന്നുള്ളതിന്റെ വകുപ്പുകൾ ധാരാളമുണ്ട്, പിന്നീടാവാം.